വയനാട് കനത്ത മഴ തുടരുന്നു. മേപ്പാടിയിലും ബാണാസുര ഡാമിന്റെ വൃഷ്ടിപ്രദേശത്തും മഴ കനക്കുകയാണ്. ഡാമിന്റെ ഷട്ടറുകൾ ഇന്ന് ഉയർത്തും. പുഴയോരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ജില്ലയിലെ 3 സ്കൂളുകൾക്ക് ഇന്ന് അവധിയാണ്. കൂടുതൽ വിവരങ്ങളുമായി വയനാട് നിന്നും അനഘ റീജ ഭരതനാണ് ചേരുന്നത്. അനഘ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വയനാട്ടിൽ നേരത്തെയും മഴയുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും മഴ കനത്തിരിക്കുകയാണ്. ഏതൊക്കെ തരത്തിലാണ് ഈ ഒരു മഴയെ പ്രതിരോധിക്കാനുള്ള സജ്ജീകരണങ്ങളുള്ളത്? നിലവിലും മഴ അതിശക്തമായി തന്നെ പെയ്യുകയാണല്ലേ? തീർച്ചയായും അതിന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വയനാട്ടിൽ മഴയ്ക്കൊരു ശമനമുണ്ടായിരുന്നു. നേരത്തെ വയനാടിൻ്റെ പല ഭാഗങ്ങളിലും വെള്ളമടക്കം കയറിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും വയനാട്ടിൽ ചില ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇപ്പോൾ നിലവിൽ ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ബാണാസുര ഡാമിന് സമീപമാണ്. ഈ ഡാമിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ ശക്തമായിട്ടുള്ള മഴയാണ് കഴിഞ്ഞ 2 ദിവസമായി പെയ്യുന്നത്. ഈ ഡാമിലെ ജലനിരപ്പ് 772.50 മീറ്ററാണ് നിലവിൽ ഇപ്പോൾ ഡാമിന്റെ ജലനിരപ്പ്. ഇത് 773.50 മീറ്റർ ആയാൽ നിലവിൽ ഈ ഡാമിന്റെ ഷട്ടറുകൾ അല്പസമയത്തിനകം ഉയർത്തും എന്നാണ് ജില്ലാ കളക്ടർ അടക്കം വ്യക്തമാക്കുന്നത്. ഏതായാലും ജില്ലയിൽ ഈ ഡാമിൽ ഇപ്പോൾ ബ്ലൂ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഷട്ടറുകൾ ഉയർത്തിയാൽ തന്നെ താഴ്ന്ന ഭാഗങ്ങളിൽ വെള്ളം കയറുവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പുഴയോരങ്ങളിലും ഡാമിന് സമീപം താമസിക്കുന്നവരും അതീവ ജാഗ്രത പുലർത്തണമെന്നും ജില്ലാ ദുരന്ത നിവാരണ സമിതിയുടെ ചെയർപേഴ്സൺ കൂടിയായിട്ടുള്ള ജില്ലാ കളക്ടർ വ്യക്തമാക്കുന്നു. മറ്റ് ഈ വയനാട് ജില്ലയിലെ മേപ്പാടി ഭാഗങ്ങളിലും ശക്തമായിട്ടുള്ള മഴ തന്നെയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. വെള്ളാർമല ഭാഗങ്ങളിലും മേപ്പാടി, മുണ്ടക്കൈ, വെള്ളാർമല, ചൂരൽമല ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ശക്തമായിട്ടുള്ള മഴയാണ് നിലവിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. വെള്ളാർമല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, അതുപോലെ പുത്തുമല, മുണ്ടക്കൈ LP സ്കൂളുകൾക്കും ഇന്ന് പ്രാദേശികമായി അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇവിടങ്ങളിലെല്ലാം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളും തുറന്നിട്ടുണ്ട്. പുത്തുമലയിലെ പാടികളിൽ അടക്കം താമസിപ്പിക്കുന്നവരെ ഈ പുത്തുമല LP സ്കൂളിലേക്ക് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. കാശ്മീർ ദ്വീപിലെ ആളുകളെ ഇത്തരത്തിൽ ഏലവയൽ അങ്കനവാടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വെള്ളാർമല സ്കൂളിലും അതുപോലെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 6 കുടുംബങ്ങൾ, പുഞ്ചിരിമട്ടം കോളനിയിലെ 6 കുടുംബങ്ങളെ ഇത്തരത്തിൽ വെള്ളാർമല സ്കൂളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. 50ഓളം കുടുംബങ്ങളും മറ്റ് ബന്ധുവീടുകളിലേക്ക് അടക്കം മാറിയ ഒരു സാഹചര്യമുണ്ട്. എന്തായാലും അതീവ ജാഗ്രതയിൽ തന്നെയാണ്. മേപ്പാടി, മുണ്ടക്കൈ, പുത്തുമല അടക്കമുള്ള ഭാഗങ്ങളിൽ ശക്തമായിട്ടുള്ള മഴ തന്നെയാണ്. ഈ പുഴകളിലെ അടക്കം ജലനിരപ്പ് ശക്തമായി തന്നെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. മലവെള്ളപ്പാച്ചിലിനും അതുപോലെ തന്നെ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും അടക്കം സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രതയിൽ തന്നെയാണ് വയനാടിന്റെ മലയോര മേഖല. ഏതായാലും താഴ്ന്ന ഭാഗങ്ങളിലടക്കം ഇത്തരത്തിൽ ബാണാസുര സാഗറിന്റെ ഷട്ടറുകൾ തുറന്നാൽ വെള്ളം കയറുവാനുള്ളൊരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. തൊണ്ടർനാട് അടക്കമുള്ള മേഖലകളിൽ ശക്തമായിട്ടുള്ള മഴ തന്നെയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ജില്ലയിൽ ഇപ്പോഴും കനത്ത മഴ തന്നെ തുടരുകയാണ്. ഏതായാലും വയനാട് ജില്ലയിൽ ഈ മഴപാപിനികൾ അടക്കം സ്ഥാപിച്ചുകൊണ്ട് തന്നെ മഴയുടെ അതായത് ഓരോരോ പ്രദേശത്തും രേഖപ്പെടുത്തുന്ന മഴയുടെ അളവ് രേഖപ്പെടുത്തുന്ന ഒരു സജ്ജീകരണം നിലവിൽ ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജില്ലയിൽ പ്രാദേശികമായി മഴയുടെ മഴ എവിടെയാണ് കൂടുതലായി പെയ്യുന്നത് എന്ന് അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും. ഏതായാലും വയനാട് ജില്ലയിൽ നിലവിൽ ഇപ്പോൾ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായിട്ടുള്ള മഴ തന്നെയാണ് തുടരുന്നത്. ആതിര, അനഘ, ശക്തമായ മഴയാണ്. അതോടൊപ്പം തന്നെ അനഘ സൂചിപ്പിച്ചു ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനുമുള്ള ഭീഷണിയും അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് എന്ന്. ഏതെങ്കിലും തരത്തിൽ ഗതാഗത നിയന്ത്രണം അല്ലെങ്കിൽ യാത്രാ നിരോധനം അങ്ങനെ എന്തെങ്കിലും ഈ ഒരു ചുരം മേഖലയിലടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ടോ? നിലവിൽ അത്തരത്തിലുള്ള ഒരു നിയന്ത്രണങ്ങളൊന്നും തന്നെ ഏർപ്പെടുത്തിയിട്ടില്ല. എങ്കിലും രാത്രിയാത്രകളിലെ യാത്ര പരമാവധി കുറയ്ക്കണം എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നത്. രാത്രിയാത്രയും അതുപോലെ തന്നെ മലയോര മേഖലകളിലേക്കും അടക്കമുള്ള യാത്രകൾ പരമാവധി കുറയ്ക്കണം എന്ന് തന്നെയാണ് ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് ജില്ലാ ഭരണകൂടം നൽകുന്നത്. മാത്രമല്ല പുഴകളിലോ മറ്റ് ജലാശയങ്ങളിലോ ഇറങ്ങരുത് എന്നുള്ള കാര്യം കൂടി ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങളൊന്നും തന്നെ ജില്ലയിൽ സ്വീകരിച്ചിട്ടില്ല. ആതിര. ശരി അനഘ, വയനാട് കനത്ത മഴ തുടരുന്നു. മേപ്പാടിയിലും ബാണാസുര ഡാമിന്റെ വൃഷ്ടിപ്രദേശത്തും മഴ കനക്കുകയാണ്. ഡാമിന്റെ ഷട്ടറുകൾ ഇന്ന് ഉയർത്തും. പുഴയോരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്.